ഈ പ്രതിഷേധ ജ്യോതി കത്തിച്ച് ഇതിലൂടെ എങ്ങനെയാണ് ഈ പ്രതിഷേധം എത്രത്തോളം എത്തിക്കാൻ കഴിയുമെന്നാണ്? അല്ല, ഇപ്പോൾ ശബരിമലയിലെ കൊള്ള വിശ്വാസി സമൂഹത്തെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഈ സംഭവത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു SIT അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ SITയുടെ അന്വേഷണം ഇന്ന് അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. SIT രാഷ്ട്രീയ ഏമാന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, പക്ഷേ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം UDFൻ്റെ കാലഘട്ടത്തിൽ തന്നെ അവിടെ കൊള്ള നടന്നിട്ടുണ്ട്. ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന അജയ് തറയിലും അതോടൊപ്പം തന്നെ അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ശിവകുമാറും ഒക്കെ ഇതിൽ പങ്കാളിയാകുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളിയും ഒക്കെ കൊണ്ടുപോയ ആൾക്കാർ സോണിയാഗാന്ധിയെ കണ്ടിരുന്നതും സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി അടൂർ പ്രകാശും ബെന്നി ബെഹന്നാനും ആൻ്റണിയും ഒക്കെ അതിന് ഇടനിലക്കാരായിട്ട് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഈ കൊള്ളസംഘത്തെ കൊണ്ടുപോയതും ഒക്കെ അതീവ ദുരൂഹമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് ഈ ശബരിമലയെ സംബന്ധിച്ച്, ഈ കൊള്ളയെ സംബന്ധിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കാൻ ഇടതും വലതും ഒരുമിച്ച് നിൽക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഇന്ന് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. കാരണം മകരസംക്രമ ദിവസമാണ്, മകരജ്യോതി പ്രകാശിക്കുന്ന ദിവസമാണ്. ഈ മകരജ്യോതി പ്രകാശിക്കുന്ന ദിവസം ശബരിമല കൊള്ളക്കാരായിട്ടുള്ള കോൺഗ്രസ് CPM കുറുവ സംഘത്തിനെതിരെ ഈ കേരളത്തിൽ മുഴുവൻ ഒരു പ്രതിഷേധം ശക്തമാക്കേണ്ടത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. കാരണം അന്വേഷണം നേരിൻ്റെ പാതയിലേക്ക് പോകണം. കൊള്ളസംഘം കോൺഗ്രസ് കൊള്ളസംഘമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് കൊള്ളസംഘമാണെങ്കിലും ഭഗവാന്റെ സ്വത്ത് കവർന്നവർ ജയിലഴികൾക്കുള്ളിൽ പോകണം. നിയമത്തിൻ്റെ വഴിയിലൂടെ അവരെ തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ 10,000-കണക്കിന് വസതികളിൽ അതോടൊപ്പം തന്നെ 1000-കണക്കിന് വരുന്ന പ്രദേശങ്ങളിൽ ഞങ്ങൾ മകരജ്യോതി തെളിയിച്ചുകൊണ്ട് വിശ്വാസത്തോടൊപ്പം വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൃഢപ്രതിജ്ഞ ഇവിടുത്തെ സമൂഹം, വിശ്വാസ സമൂഹം മുഴുവൻ എടുക്കുന്ന ഒരു സമരമാർഗം സ്വീകരിച്ചത്. അതിന് വലിയ ഒരു സ്വീകരണമാണ്, വലിയ ഒരു പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്.